ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഫേസ് ഇൻസ്റ്റന്റ് ഗ്ലോ ആക്കാം. പെട്ടെന്ന് നമുക്ക് ഒരു ഫംഗ്ഷന് പോയാലോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പാർട്ടിക്കോ കല്യാണത്തിന് പോകുമ്പോൾ ഫേസ് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്ലോ ആക്കുമല്ലോ. പെട്ടെന്ന് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കുക. ആ ഒരു ടിപ്സാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 3 സാധനങ്ങളാണ് കേട്ടോ. 3 സാധനങ്ങൾ. ഇത് എനിക്ക് തന്നെ റിസൾട്ട് കിട്ടിയത് ഇതാണ്. ഈ 3 സാധനങ്ങൾ ഞാൻ തന്നെ പരീക്ഷിച്ച് എനിക്ക് തന്നെ റിസൾട്ട് കിട്ടിയ സാധനങ്ങളാണ്. ഒന്ന് വന്നിട്ട് അലോവേറ ജെൽ. ഈ അലോവേറ ജെൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, നീ എന്താ ഇതൊക്കെ ഒന്ന് പറയുന്നതെന്ന് അറിയാം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ് ഈ അലോവേറ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് സ്ക്രബ്ബറാണ്. പയറുപൊടി ഉണ്ടല്ലോ, നമ്മുടെ ചെറുപയർ ഉണക്കിയിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത സാധനമാണ് ഇത്. അപ്പൊ ഈ പയറുപൊടി ഉണക്കി പൊടിക്കുക. മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി അല്ല കേട്ടോ ഇത്. ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി ആണെങ്കിൽ അതില് സൈഡ് എഫക്റ്റ് കാണും. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി വരുന്നത്. പക്ഷെ ഇത് ഞാനിത് മഞ്ഞൾ മേടിച്ച് ഉണക്കി പൊടിക്കുന്നതാണ്. അതിനകത്ത് സൈഡ് എഫക്റ്റ് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ മഞ്ഞപ്പൊടി. അപ്പൊ നിങ്ങൾ ആ മഞ്ഞപ്പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി ഭയങ്കര ഓവർ കളറായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെ എടുക്കാൻ ശ്രമിക്കുക. ഇതെന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. ഇത് മഞ്ഞപ്പൊടിയും പാല് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ പച്ചവെള്ളമാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോ പാലും തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ മഞ്ഞപ്പൊടിയും പാലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് 3 എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് എന്റെ മുഖം ഗ്ലോ ആണെങ്കിൽ ഞാൻ ബ്യൂട്ടി പാർലർ അവിടെ ഒന്നും പോകത്തില്ല കേട്ടോ. ജസ്റ്റ് എന്റെ വീട്ടിന്റെ ടെറസിന്റെ മണ്ടേ കയറും, കറ്റാർ വാഴയുടെ ഇല പറിക്കും, അതിന് കയറി മുഖത്തിന് സ്ക്രബ് ചെയ്ത് കാണും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ എന്താ ഞാൻ കാണിച്ചു തരാം, മുഖത്തിന് തന്നെ ഡിഫറെന്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് റിസൾട്ട് കിട്ടിയ അലോവേറ ജെല്ലിനെ ഞാൻ കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ് ഈ അലോവേറ ജെല്ല് കിട്ടിയ. ഈ 3 ഐറ്റംസിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അതാണ് അലോവേറ. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വേറെ പാത്രമൊന്നും എടുക്കാൻ പോകത്തില്ല. ജസ്റ്റ് ഇതിനെ ഉണ്ടല്ലോ, ഈ സാധനത്തിനെ ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചിട്ട് നന്നായിട്ട് പൊളിച്ചിട്ട് ഇത് നമ്മുടെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണത്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എനിക്കിതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ എന്റെ ഇതിനാണ് സ്ക്രബ് ചെയ്യുന്നത്. ഈ പ്രൊഫഷണലായിട്ട് പഠിച്ചവർ ഇത് സ്ക്രബ് രീതി ഇങ്ങനെ അല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് എന്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മുടെ ഈ ഇതിന്റെ ചുണ്ടിന്റെ താഴത്തെ വൈറ്റ് മറ്റേ കുരുപോലെ ഇരിക്കുമല്ലോ, അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മാറ്റാം. മൂക്കിന്റെ സൈഡിൽ ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമ്മൾ നല്ല റിസൾട്ട് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കാണാതിരിക്കും ഇപ്പൊ തന്നെ മുഖം നല്ലൊരു വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം. ഇത് 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. കാര്യത്തിലൊക്കെ തരാം, നിങ്ങളുടെ ഇഷ്ടം വേണം, ഞാൻ ചെയ്യുന്നുണ്ട്. ഈ അലോവേറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സൗന്ദര്യത്തിന് ആവശ്യത്തിലേറെ ഉള്ള ഒരു സാധനമാണ് അലോവേറ എന്ന് പറയുന്നത്. നല്ല നമുക്ക് റിസൾട്ട് ആയിരുന്നു. കാരണം ഈ തലയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അലോവേറ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുടി നല്ല സോഫ്റ്റ്. തലമുടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മുടി നല്ല സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഈ പെട്ടെന്ന് ജലദോഷവും തലവേദനയൊക്കെ ഇറങ്ങുന്നവർക്ക് അലോവേറ ജെൽ പറ്റത്തില്ല. കാരണം അലോവേറ നല്ല ഒരു കൂളിംഗ് ആണ്, നല്ല തണുപ്പുള്ള സാധനം അലോവേറ ജെൽ. അപ്പം നല്ല റിസൾട്ട് തരുന്ന സാധനമാണ്. അപ്പൊ മാക്സിമം നമ്മള് വീട്ടിലെ അലോവേറ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേറ ജെല്ലിൽ കെമിക്കൽ പല ആഡ് ആയിട്ട് വരും. മാക്സിമം വീട്ടിൽ തന്നെ അലോവേറ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ, കറ്റാർ വാഴയുടെ ചെടി നട്ട് കഴിഞ്ഞാൽ നല്ല നമുക്ക് ഒക്കെ തോന്നുമ്പോൾ നമുക്ക് പോയി അത് സാധിച്ച് നമുക്ക് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യാം. നല്ലൊരു ടിപ്പാണിത്. നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ്. നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ് അലോവേറ എന്ന് പറയുന്നത്.
ഇതാണ് എന്റെ ഫേസ്. നമ്മൾ എത്രത്തോളം സ്ക്രബ് ചെയ്യുക അത്രത്തോളം നമ്മുടെ മുഖത്തിലെ ഗ്ലോ വന്നുകൊണ്ടിരിക്കും. നമ്മൾ സ്ക്രബ് ചെയ്യും. അപ്പൊ നമുക്ക് കഴുകിയിട്ട് വരാം. ഓക്കെ, ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കാണാൻ പറ്റും. കേട്ടോ, നേരത്തെ ഇരുന്ന് കുറച്ചിട്ട് വരാം. നേരത്തെ ഫേസ് ആണോ? എനിക്ക് ചെറിയ വ്യത്യാസം തോന്നി. ഒരുപാട് വ്യത്യാസമൊന്നും ഞാൻ പറയത്തില്ല, ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൈറ്റ്, വലിയ ബ്രൈറ്റ് ഇല്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നമ്മളെ നല്ല വ്യത്യാസം വരും. വലിയ ബ്രൈറ്റ് അല്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കയറി കാണുമ്പോൾ അറിയായിരിക്കും, നമുക്ക് കാണുമ്പോൾ അറിയായിരിക്കും ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് പയറുപൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പൊ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പ് തേക്കാറില്ലേ? അപ്പൊ നമ്മൾ സോപ്പ് അവോയ്ഡ് ചെയ്ത് ഫേസിൽ മാത്രം ഈ പയറുപൊടിയും മഞ്ഞൾപ്പൊടിയും ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് സ്കിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണ് കമന്റ് ചെയ്യണേ. നിങ്ങൾ ഒരു 1 വീക്കോ 2 വീക്കോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഈ മഞ്ഞൾപ്പൊടിയും പയറുപൊടിയും ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഇതൊരു സ്ക്രബ്ബറാണ്, ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇത് ജസ്റ്റ് പയറുപൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ശേഷം കുറച്ച് വെള്ളം, സാധാ വാട്ടുണ്ടല്ലോ, സാധാ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ ഒരു ബോട്ടിലിൽ ഉണക്കിയ പയറും മഞ്ഞൾപ്പൊടി മേടിച്ച് പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്തില്ല. വെള്ളം നനയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് എടുക്കാം. വെള്ളം നനഞ്ഞാൽ പിന്നെ അത് പൂത്തു പോകും. വെള്ളം നനയാതെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. ഇത് ഇഷ്ടം എന്നാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എന്റേതായ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ഇങ്ങനെയൊന്നും അല്ല അപ്ലൈ ചെയ്യേണ്ടതെന്നായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ നീ ഇത് എന്റേതായ രീതിയിൽ അപ്ലൈ ചെയ്യാനുണ്ടോ? എനിക്ക് ഈ രീതിയിലൊക്കെ അറിയാതെ, ഞാൻ വലിയ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കറ്റാർവാഴ കൊണ്ട് സ്ക്രബ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഓരോ റെമഡി ആയിട്ട് പറഞ്ഞു തരുന്നു. എനിക്ക് ഇതില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, കറ്റാർവാഴ ചിലർക്ക് അലർജി ആയിരിക്കും, അപ്പൊ അങ്ങനെ ഈ ഓപ്ഷൻ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ അധികം സ്ക്രബ് ചെയ്യുന്നില്ല. കഴിഞ്ഞ കറ്റാർവാഴ കൊണ്ട് നേരത്തെ സ്ക്രബ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല. നല്ല റിസൾട്ടാണ്. നമ്മൾ മാക്സിമം എത്രത്തോളം സ്ക്രബ് ചെയ്യാൻ പറ്റും, ഒരു 10 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ കുളിക്കുമ്പോഴേക്കും അത്ര സമയം സ്ക്രബ് ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് പോകുമെന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഫേസിൽ കിട്ടും. സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലത്. ഇതന്നെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്. സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇതൊന്നും കുറച്ച് 5 മിനിറ്റ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇത് ഞാനിപ്പോ വാഷ് ചെയ്തു. ഇത് പയറുപൊടിയും മഞ്ഞളും ഇട്ടതിന് ശേഷമുള്ള ഫേസാണ്. എനിക്ക് നല്ല മുഖത്തിപ്പോ ചെറിയ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാ. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഇത് ഒന്ന് സിമ്പിൾ ആണ്. മഞ്ഞപ്പൊടി കുറച്ച് ആഡ് ചെയ്യുക, കുറച്ച് മിൽക്കോ തൈരോ വെള്ളമോ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മുഖത്തിന് ഒരു കളർ, കഴുത്തിന് വേറൊരു കളറായിരിക്കും. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീം തന്നെ, ക്രീം അല്ല, ഈ സാധനം നമ്മള് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൊള്ളായിരിക്കും. ഞാൻ ഇപ്പൊ അത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മൾ സ്ഥിരം ഏതെങ്കിലും ഒരു റെമഡി ചെയ്യുകയാണെങ്കിലേ നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഈ ചെറുതെ കെമിക്കൽ സാധനങ്ങളും കെമിക്കൽ ക്രീമൊക്കെ വാങ്ങിച്ച് ക്യാഷ് വെറുതെ പോവുകയും ചെയ്യും. നമ്മുടെ ഹെൽത്ത് നല്ലതായിരിക്കത്തുമില്ല. കാര്യം എനിക്ക് അത് പറ്റിയിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയ കാര്യമാണ്. പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ക്രീം അപ്ലൈ ചെയ്തു. എന്റെ മുഖത്തോം കുരു വന്നു.
ഞാനത് എങ്ങനെ മാറ്റും കർത്താവെ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസുകൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ എന്താ ആ സമയത്ത് എനിക്കിത് മാറാൻ വേണ്ടി ഞാൻ ആര്യവേപ്പില ഉണ്ടല്ലോ, ഒന്ന് വേപ്പല, അത് ഞാൻ അരച്ച് മൂത്തൊക്കെ ഇടുമായിരുന്നു അത് മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിട്ടിട്ട് സംഭവം മാറി. അതിനുശേഷം ഒരു കെമിക്കലും ഞാൻ എന്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് എനിക്ക് ചെയ്യാൻ മടിയാണ്, പക്ഷെ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് ഈ 3 ഐറ്റവും. എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയതെന്ന് പറയുന്നത് ഈ കറ്റാർവാഴയാണ് കേട്ടോ. അടിപൊളി സാധനമാണ് കറ്റാർവാഴ. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കറ്റാർവാഴ ചെടി വീട്ടിൽ നട്ടി പൊടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഈ ഇല എടുത്ത ശേഷം നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ നിങ്ങൾ ഫേസ് വന്ന് അപ്ലൈ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയും എല്ലാം കിട്ടുന്ന ഒരു സാധനം കറ്റാർവാഴ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബൈ.